ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ റമദാൻ 6ൻ്റെ വിശേഷങ്ങളായിട്ടാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ഞാൻ ഈ വീഡിയോയിൽ ചിക്കൻ റോളിൻ്റെ റെസിപ്പിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാൻ ആദ്യം ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഇതൊന്ന് നന്നായി വഴന്ന് വരുന്ന ടൈമിൽ ഞാനിവിടെ 2 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കട്ടാക്കിയിട്ട് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ കട്ടാക്കിയിട്ട് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഗരം മസാല, കുരുമുളക് പൊടിയും ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന ടൈമിൽ ഞാൻ നേരത്തെ ചിക്കൻ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് ക്രഷ് ആക്കിയതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് മല്ലിയിലയും കൂടെയാണ്. അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ റോളിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ റോളിലേക്കുള്ള ദോശ തയ്യാറാക്കാം. അതിന് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 മുട്ടയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ വരുന്ന രീതിയിൽ മിക്സാക്കി എടുക്കാം. ഇനി ഓരോന്നായിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് ആ മസാല ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് മടക്കിയെടുക്കണം. സൈഡൊക്കെ ഒന്നും പൊട്ടിപ്പോവാതിരിക്കാൻ ഞാനിവിടെ മുട്ടയുടെ ഇതാണ് കേട്ടോ തേച്ചിട്ടുള്ളത്. ഇതുപോലെ മുട്ടയുടെ ബാറ്ററിൽ ഒന്ന് മുക്കിയിട്ട് വേണം നമുക്കിത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്രെഡ് പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിലും കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് വേണം നമുക്കിത് പൊരിച്ചെടുക്കാൻ. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ റമദാൻ 6ൻ്റെ വിശേഷങ്ങൾ. താങ്ക് യു ഓൾ.